ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. ശ്രീമദ് ഭഗവത്ഗീതയിലെ 2-ാമത്തെ അധ്യായം സാഖ്യയോഗം. സാഖ്യയോഗയിലെ 43 ശ്ലോകങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളായി നമ്മൾ പഠിച്ചു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 44-ാമത്തെ ശ്ലോകം. കുരുക്ഷേത്ര യുദ്ധം തുടങ്ങാൻ പോവുകയാണ്. ഇരുപക്ഷത്തും കൗരവരും പാണ്ഡവരും അവരുടെ സേനാനായകന്മാരും പടയാളികളും എല്ലാവരും തന്നെ നിരന്നു കഴിഞ്ഞു. ദുര്യോധനൻ ദ്രോണാചാര്യരോട് ആരൊക്കെയാണ് പാണ്ഡവ പക്ഷത്തു നിന്നും നമ്മളോട് യുദ്ധം ചെയ്യാനായി വന്നു നിൽക്കുന്നത് എന്ന് വിശദീകരിക്കുന്നു. അതിനുശേഷം ഭീഷ്മ പിതാമഹനെ സംരക്ഷിച്ചു കൊള്ളണമെന്ന് എല്ലാവരോടും പറയുന്നു. ഈ കാര്യങ്ങളൊക്കെ സഞ്ജയൻ ധൃതരാഷ്ട്രർക്ക് വ്യാസഭഗവാൻ നൽകിയ ദിവ്യദൃഷ്ടി ഉപയോഗിച്ചുകൊണ്ട് പറഞ്ഞു കൊടുക്കുകയാണ്. സഞ്ജയൻ ഇങ്ങനെ പറയുന്നു: രണ്ടു പക്ഷത്തുള്ള വീരന്മാരെല്ലാവരും തന്നെ അവരവരുടെ ശംഖ് മുഴക്കുന്നു. അതിനുശേഷം അർജുനൻ സാരഥിയായ പാർത്ഥൻ്റെ സാരഥിയായ സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാനോട് കുരുക്ഷേത്ര യുദ്ധഭൂമിയുടെ നടുവിലായി രഥം കൊണ്ടുവന്ന് സ്ഥാപിക്കുവാൻ പറയുന്നു. എന്തിനു വേണ്ടി? തൻ്റെ പക്ഷത്ത് ആരൊക്കെയാണ് തനിക്ക് അനുകൂലമായി യുദ്ധം ചെയ്യാൻ വന്നിരിക്കുന്നത് എന്ന് കാണണം. അതുപോലെ തന്നോട് യുദ്ധം ചെയ്യാൻ കൗരവ പക്ഷത്ത് ആരൊക്കെ ഉണ്ട് എന്നും തനിക്ക് അറിയണം എന്ന് ഭഗവാൻ ശ്രീകൃഷ്ണനോട് പറയുകയാണ്. എന്നിട്ട് രഥം രണ്ടു സേനകളുടെയും മധ്യത്തിലായി നിർത്തുവാൻ പറയുന്നു. ഭഗവാൻ ശ്രീകൃഷ്ണൻ രഥം രണ്ടു സേനകളുടെയും മധ്യത്തിലായി നിർത്തുന്നു. അർജുനൻ രണ്ടു പക്ഷത്തും ഉള്ള ആളുകളെ കാണുന്നു. ആ സമയത്താണ് അർജുനന് ബോധ്യം വരുന്നത് തന്നോട് യുദ്ധം ചെയ്യാനായി വന്നിരിക്കുന്നത് തൻ്റെ ബന്ധുജനങ്ങളും തൻ്റെ ഗുരുനാഥനും തൻ്റെ പിതാമഹനും സഹോദരങ്ങളുമൊക്കെ തന്നെയാണെന്ന്. അതുപോലെ തനിക്ക് അനുകൂലമായി വന്നു നിൽക്കുന്നവരും തനിക്ക് പ്രിയപ്പെട്ടവർ തന്നെ. എതിർഭാഗത്ത് ഉള്ള ആളുകളോട് അവർ തൻ്റെ ബന്ധുക്കളും ഗുരുജനങ്ങളും ഒക്കെ ആയതുകൊണ്ട് അവരോട് യുദ്ധം ചെയ്യുവാൻ എനിക്ക് സാധ്യമല്ല. അങ്ങനെ തൻ്റെ ബന്ധുക്കളോട് ഗുരുജനങ്ങളോട് പിതാമഹനോട് യുദ്ധം ചെയ്തിട്ട് അങ്ങനെ ലഭിക്കുന്ന ഭൂമി കൊണ്ട് എനിക്ക് എന്തു പ്രയോജനം കൃഷ്ണ എന്ന് ചോദിക്കുന്നു. അത് പാപമല്ലേ? അങ്ങനെ ഞാൻ ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് എന്താണ് മേൽഗതി? അങ്ങനെയുള്ള ഒരു പാപവും എനിക്ക് ചെയ്യാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് ഇതെല്ലാം ഉപേക്ഷിച്ചിട്ട് ഞാൻ വനത്തിലേക്ക് പോവുകയാണ് എന്ന് പറഞ്ഞ് തളർന്ന് ഇരിക്കുന്ന അർജുനനെയാണ് പിന്നീട് നമ്മൾ കാണുന്നത്. ആ സമയത്ത് ഭഗവാൻ ശ്രീകൃഷ്ണൻ ഉപദേശിച്ചു കൊടുക്കുന്നതാണ് ഭഗവത്ഗീത. ആ ഭഗവത്ഗീതയിലെ 2-ാമത്തെ അധ്യായമാണ് സാഖ്യയോഗം. ആ സാഖ്യയോഗയിലെ 43 ശ്ലോകങ്ങൾ നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പഠിച്ചു കഴിഞ്ഞിരുന്നു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 44-ാമത്തെ ശ്ലോകം. നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടുകൊള്ളുക. ഭോഗ ഐശ്വര്യ പ്രസക്താനാം തയാപഹൃത ചേതസാം വ്യാവസായാത്മികാ ബുദ്ധി സമാധൗ ന വിധീയതേ. ഓരോ വാക്കുകളുടേതായി അർത്ഥം നമുക്ക് നോക്കാം. ഭോഗ ഐശ്വര്യ പ്രസക്താനാം അർത്ഥം ആനന്ദ ഐശ്വര്യങ്ങളിൽ ആസക്തമായ. തയാ അർത്ഥം ആ വിധം. അപഹൃത ചേതസാം അർത്ഥം അകലേക്കു പോയ മനസ്സ്. വ്യാവസായാത്മിക
നിശ്ചിതമായ ബുദ്ധി. അർത്ഥം ഇവിടെ ബുദ്ധിയുടെ അർത്ഥം കാര്യകാരണം എന്നാണ്. സമാധൗ, സമാധി എന്ന അവസ്ഥ. ന അല്ല, വിധീയതേ ദൃഢമായി ഉറപ്പിക്കുക. ഇനി നമുക്ക് ശ്ലോകാർത്ഥം നോക്കാം. ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനനോട് ഇപ്രകാരം പറഞ്ഞു: ആനന്ദ ഐശ്വര്യങ്ങളിൽ ആസക്തി പൂണ്ട മനസ്സിന് ധ്യാനത്തിൽ ഏകാഗ്രത ലഭിക്കുകയില്ല. അങ്ങനെയുള്ളവർക്ക് നിശ്ചിതമായും കാര്യകാരണങ്ങളിൽ ഊന്നിയതുമായ സമാധി എന്ന അവസ്ഥയെ പ്രാപിക്കുവാനും കഴിയുകയില്ല എന്നാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ ഇവിടെ അർജുനനോട് പറഞ്ഞിരിക്കുന്നത്. അതായത് ഒരു മനുഷ്യൻ ഈ ഭോഗ ഐശ്വര്യങ്ങളിൽ, അതായത് അവന് നമ്മുടെ ഒരുപാട് പണം സമ്പാദിക്കണം, വലിയ കാറ് മേടിക്കണം, വലിയ വീട് വെക്കണം, അങ്ങനെയൊക്കെയുള്ള ഐശ്വര്യങ്ങളിൽ കൂടുതൽ താല്പര്യമുള്ള ഒരു മനുഷ്യന് ഒരിക്കലും സ്വസ്ഥമായിരുന്ന് ധ്യാനിക്കുവാൻ സാധിക്കുകയില്ല. കാരണം അവൻ്റെ ചിന്ത എപ്പോഴും ഈ ഐശ്വര്യങ്ങൾ എങ്ങനെ നേടാം, എങ്ങനെ അതൊക്കെ വെട്ടിപ്പിടിക്കാം, ഇങ്ങനെയുള്ള ഒരു ചിന്തയിലാണ് അവൻ ജീവിക്കുന്നത്. അങ്ങനെയുള്ള ഒരുവന് ഒരിക്കലും സമാധി എന്ന അവസ്ഥയെ പ്രാപിക്കുവാൻ സാധിക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. അവന് ഏകാഗ്രമായ ഒരു ബുദ്ധി ലഭിക്കുന്നില്ല എന്നും പറയുന്നുണ്ട്. എന്തിലെങ്കിലും ഒരു കാര്യത്തിൽ അവന് ഉറപ്പിച്ചു നിൽക്കാൻ സാധിക്കുന്നില്ല. അവൻ്റെ മനസ്സെപ്പോഴും എന്തു ചെയ്യും? ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞുകൊണ്ടിരിക്കും. ഒരു മരത്തിൽ നിന്നും ചാടി മറ്റൊരു മരത്തിലേക്ക് ചാടുന്ന കുരങ്ങനെ പോലെ അവൻ്റെ മനസ്സ് ഇങ്ങനെ ചലിച്ചുകൊണ്ടേയിരിക്കും. അവന് ഈശ്വരൻ എന്ന ഒരു സത്യത്തിൽ ഊന്നി പ്രവർത്തിക്കുന്നതിനായിട്ട് സാധിക്കുന്നില്ല എന്നാണ് ഇവിടെ ഭഗവാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ സന്ധ്യയ്ക്ക് നാമം ജപിക്കാനായിട്ട് ഇരിക്കുകയാണ്. ഒരു 6:30 മണിക്കാണ് നമ്മൾ നാമം ജപിക്കാനായിട്ട് ഇരിക്കുന്നത് എന്ന് വിചാരിക്കുക. 7 മണിക്ക് ടി വിയിൽ ഒരു സീരിയലുണ്ട് എന്ന് ചിന്തിക്കുക. 6:30ക്ക് നാമം ജപിക്കാനിരിക്കുമ്പോഴേ നമ്മൾ ജപിക്കാത്ത ആളുകളോട് എന്തു ചെയ്യും? പറയും, 7 മണിയാവുമ്പോൾ എന്നെ വിളിക്കണമേ. അതല്ലെങ്കിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മൊബൈലിലോ നമ്മുടെ കയ്യിലുള്ള വാച്ചിലേക്കോ ക്ലോക്കിലേക്കോ ഒക്കെ 7 മണിയായോ എന്ന് നോക്കിക്കൊണ്ടേയിരിക്കും. സ്വസ്ഥമായിരുന്ന് നാമം ജപിക്കാനായിട്ട്, മനസ്സിന് ഏകാഗ്രമായിരുന്ന് നാമം ജപിക്കാനായിട്ട് അവന് സാധിക്കുമോ? ഇല്ല. ഇനി ആരെയെങ്കിലും കാത്തിരിക്കുകയാണ് നമ്മൾ. സന്ധ്യയ്ക്ക് വരും, മകനോ ഭർത്താവോ അങ്ങനെ ആരെങ്കിലും വരാനുണ്ട്, അവർ വന്നിട്ടില്ല. ആ സമയത്തിരുന്ന് നാമം ജപിക്കുമ്പോഴും നമ്മുടെ ചിന്ത നാമജപത്തിലായിരിക്കത്തില്ല. അവർ വന്നോ, ഇതിലായിരിക്കും ചിന്ത. അങ്ങനെ മറ്റ് കാര്യങ്ങളിൽ വ്യാപൃതരായിരിക്കുന്ന ആളുകൾക്ക് ഒന്നിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ സാധിക്കുകയില്ല എന്ന് ഭഗവാൻ പറയുന്നു. അതുകൊണ്ടാണ് നമുക്കൊക്കെ പലപ്പോഴും നാമം ജപിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മനസ്സിലേക്ക് മറ്റു ചിന്തകൾ കടന്നു വരുന്നത്. നമ്മളെപ്പോലുള്ള സാധാരണ മനുഷ്യർക്ക് ഇതൊക്കെ സ്വാഭാവികം തന്നെ, അതിലൊന്നും യാതൊരു തെറ്റും ഇല്ല. കാലക്രമേണ കുറച്ച് ആധ്യാത്മികമായൊക്കെ ഒരു പുരോഗതി നേടിക്കഴിയുമ്പോഴാണ് ആ ഒരു തലത്തിലേക്കൊക്കെ നമുക്ക് എത്താനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ആ ഏകാഗ്രത കിട്ടുന്നില്ല എന്ന് കരുതി വിഷമിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. അങ്ങനെ ഏകാഗ്രത കിട്ടുന്ന ആളിന് മാത്രമേ അവസാനം സമാധി എന്ന അവസ്ഥയിലേക്ക് പോകാനായിട്ട് സാധിക്കുന്നുള്ളൂ എന്നാണ് ഭഗവാൻ ഇവിടെ അർജുനനോട് പറയുന്നത്. അതുകൊണ്ട് ആ അവസ്ഥയിലേക്ക് ഒക്കെ സാധാരണപ്പെട്ട ഒരു മനുഷ്യൻ എത്തണമെങ്കിൽ അവന് ഭഗവാനിൽ വിശ്വാസം ഉണ്ടാവുകയും എന്തു വന്നാലും നമ്മുടെ ജീവിതത്തിൽ
എന്തൊക്കെ സംഭവിച്ചാലും അതൊക്കെ ഈശ്വര നിശ്ചയമാണ് എന്ന് കരുതുകയും എല്ലാം ഈശ്വരനിൽ അർപ്പിച്ച് സുഖങ്ങളും ദുഃഖങ്ങളും എല്ലാം ഒരുപോലെ കണ്ട് മുമ്പോട്ട് പോകണം എന്നുകൂടി ഭഗവാൻ ഉദ്ദേശിക്കുന്നുണ്ട്. കർമ്മം ചെയ്യാനാണ് ഭഗവത്ഗീതയിലൂടെ ഈശ്വരൻ പറഞ്ഞു തരുന്നത്. ഭഗവാൻ അത് തന്നെയാണ് എപ്പോഴും പറയുന്നത്. ഇവിടെ യുദ്ധം ചെയ്യാൻ അർജുനനോട് പറയുന്നു. എന്തിനു വേണ്ടി? അർജുനൻ്റെ ഈ സമയത്തുള്ള ധർമ്മം യുദ്ധം ചെയ്യുക എന്നുള്ളതാണ്. അർജുനൻ ക്ഷത്രിയനാണ്. ക്ഷത്രിയൻ്റെ ജോലിയാണ് യുദ്ധം ചെയ്യുക എന്നുള്ളത്. ഭൂമിദേവിയുടെ ഭാരം കുറയ്ക്കുന്നതിനായിട്ട് സാക്ഷാൽ വൈകുണ്ഠപതി ശ്രീകൃഷ്ണനായി അവതരിച്ചതാണ്. ഭൂമിദേവി ഒരു ഗോമാതാവിൻ്റെ രൂപത്തിൽ ഭഗവാനോട് വൈകുണ്ഠത്തിൽ ചെന്നിട്ട് അപേക്ഷിക്കുന്നുണ്ട്, അങ്ങ് അവതരിക്കണം, എൻ്റെ ഭാരം കുറച്ചു തരണം, അസുരന്മാർ വർദ്ധിക്കുന്നു. ഭൂമിദേവിയുടെ ഇപ്രകാരമുള്ള അപേക്ഷ പരിഗണിച്ചിട്ടാണ് ഭഗവാൻ നാരായണൻ ഭൂമിയിലേക്ക് അവതരിച്ചത് ശ്രീകൃഷ്ണ രൂപത്തിൽ. ആ കർമ്മം നിർവഹിക്കേണ്ടതായിട്ടുണ്ട്. അത് നിർവഹിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഭാരത യുദ്ധം തന്നെ നടന്നത്. അതിന് അർജുനനെ ഭഗവാൻ നിയോഗിക്കുകയാണ്. അവിടെ ക്ഷത്രിയനോടാണ് യുദ്ധം ചെയ്യാനായി പറഞ്ഞത്. അതല്ലാതെ വേദം അഭ്യസിക്കുന്ന, പൂജകൾ ചെയ്യുന്ന ബ്രാഹ്മണരോടോ മഹർഷിമാരോടോ അല്ല എന്ന് നിങ്ങൾ ഓർക്കണം. യുദ്ധം ചെയ്യാൻ വിധിക്കപ്പെട്ട ആളുകളോടാണ്. എപ്പോഴാണ് യുദ്ധം ചെയ്യാൻ പറഞ്ഞത്? അധർമ്മം വളർന്നപ്പോൾ, ധർമ്മം ക്ഷയിച്ചപ്പോൾ. ഇവിടെ നമ്മളോട് ഓരോരുത്തരോടും ഭഗവാൻ അതുതന്നെയാണ് പറയുന്നത്. നമ്മിൽ ഏൽപ്പിച്ചിരിക്കുന്ന ജോലി നീ ചെയ്യുക. നീ നിൻ്റെ ജോലി ചെയ്യുക, മറ്റൊരുത്തൻ്റെ ജോലിയല്ല. അർജുനൻ അർജുനൻ്റെ ജോലി ചെയ്യുക, മഹർഷിമാർ അവരുടെ ജോലി ചെയ്യുക. നിങ്ങൾ വിദ്യാർത്ഥികൾ വിദ്യാർത്ഥികളുടെ ജോലി ചെയ്യുക. രക്ഷകർത്താക്കൾ അവരുടെ ജോലി ചെയ്യുക. ഭരണാധികാരികൾ അവരുടെ ജോലി ചെയ്യുക. കർമ്മം ചെയ്യുക, ഫലം ഈശ്വരൻ തരും. അത് നല്ലതോ ചീത്തയോ ആകട്ടെ, അതെല്ലാം ഈശ്വരൻ്റെ നിശ്ചയമാണ് എന്ന് കരുതി സുഖത്തിലും ദുഃഖത്തിലും ഒരുപോലെ കണ്ട് മുമ്പോട്ട് പോകണം എന്നാണ് ഭഗവാൻ ഭഗവത്ഗീതയിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത്. ഇവിടെ ഏകാഗ്രബുദ്ധിയോടുകൂടി പ്രാർത്ഥിക്കണമെങ്കിൽ അവന് ലൗകിക സുഖ ഐശ്വര്യങ്ങളിൽ ഭോഗം ഉണ്ടാകരുത് എന്നാണ് ഭഗവാൻ പറയുന്നത്. അങ്ങനെയുള്ളവന് ഒരിക്കലും ഏകാഗ്രത മനസ്സിൽ കിട്ടുകയില്ല എന്നും കൂടി ഭഗവാൻ പറയുന്നു. നിങ്ങൾക്ക് ഈ ഭാഗം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായം പറയുക. നാമം ജപിച്ചുകൊണ്ടേയിരിക്കുക. നിങ്ങളുടെ ജോലി നിങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുക. അത് മറ്റൊരാൾക്ക് ദോഷം വരുന്നതാകരുത്, നന്മയുള്ളതാകണം. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഹരേ കൃഷ്ണ.